നമസ്കാരം. സാമ്പത്തിക പ്രതിസന്ധിയാണ് മൊത്തത്തിലുള്ളത്. സംസ്ഥാനത്ത് അതുകൊണ്ട് ട്രഷറി നിയന്ത്രണം കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. 25 ലക്ഷം രൂപയിൽ നിന്ന് ട്രഷറി നിയന്ത്രണം 5 ലക്ഷമാക്കി കുറയ്ക്കാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. 24 മണിക്കൂറും പന്നവും പണ്ടപ്പരപ്പും പറയാൻ മാത്രമേ ധനമന്ത്രിക്ക് വാതുറക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും അദ്ദേഹം സർക്കാരിന്റെ ദൂരത്തിനുള്ള പണം നൽകുകയും ചെയ്യുന്നുണ്ട്. ഓഗസ്റ്റ് 19 മുതലാണ് ട്രഷറി നിയന്ത്രണം 5 ലക്ഷം ആക്കാൻ തുടങ്ങുന്നത് എന്നുള്ള സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാമ്പത്തിക വർഷാരംഭത്തിൽ തന്നെ ട്രഷറി നിയന്ത്രണം 5 ലക്ഷമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത്രയും പഞ്ഞമായിരുന്നു ഖജനാവിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ മാസമാണ് ഇത് 25 ലക്ഷമാക്കി ഉയർത്തിയത്. പിന്നീട് അതങ്ങ് പഞ്ഞം കൂടി. അതായത് സംസ്ഥാന സർക്കാരിന് സദാസമയവും കർക്കിടക മാസമാണ്, അതായത് പഞ്ഞമാസമാണ്. അതുകൊണ്ടാണ് ഈ സാമ്പത്തിക നിയന്ത്രണം, ട്രഷറി നിയന്ത്രണമൊക്കെ 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷമാക്കി ഉയർത്തുന്നത്. ശമ്പളവും ഓണ സീസണുമായി ബന്ധപ്പെട്ട മറ്റു ചെലവുകളും കൂടി വരുന്നത് കൊണ്ടാണ് ട്രഷറി നിയന്ത്രണം 5 ലക്ഷം കൂടി ആക്കാൻ ധനവകുപ്പ് തീരുമാനിക്കുന്നത്. അത്രേ 37,000 കോടി രൂപ മാത്രമാണ് ഇനി കടമെടുക്കാൻ ഈ വർഷം ഉള്ളതെന്ന് ഓർക്കണം. അതുകൊണ്ട് ഏത് നിമിഷവും ട്രഷറി പൂട്ടും എന്നുള്ള അവസ്ഥയിലാണ്. പൂട്ടും എന്നുള്ള അവസ്ഥയിലുള്ള ട്രഷറിയിലാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ പോകുന്നത്. ശമ്പളവും പെൻഷനും ഒക്കെ കൊടുക്കാൻ 5,000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ സർക്കാരിന് വേണ്ടത്. മറ്റു ചെലവുകൾക്കെല്ലാം കർശന നിയന്ത്രണം ധനവകുപ്പ് ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്ത ക്ഷാമബത്ത അടക്കമുള്ള ആനുകൂല്യങ്ങൾ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഈ വർഷം നൽകില്ല. നവംബർ മാസം പെൻഷൻകാരുടെ പരിഷ്കരണ കുടിശ്ശികയുടെ 4ാം ഗഡു കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടത് 600 കോടി രൂപയാണ് കേട്ടോ. ഇതും നീട്ടിവെക്കാൻ തന്നെയാണ് ധനവകുപ്പിൽ നിന്നുള്ള സൂചന വരുന്നത്. ഇതിനിടയിൽ വയനാടിന് കേന്ദ്ര സഹായമായിട്ട് 2,000 കോടി രൂപ യാതൊരു ഉറപ്പുമില്ലാതെ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ തുക ലഭിക്കുമെന്ന് ധനവകുപ്പിന് ഉറപ്പൊന്നുമില്ല, പ്രതീക്ഷ തീരെയില്ല. സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് വഴി സർക്കാർ ജീവനക്കാരുടെ സാലറി ചലഞ്ച് വഴി 500 കോടി രൂപ സമാഹരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കെ.എൻ. ബാലഗോപാൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ദാരിദ്ര്യം പറഞ്ഞിരിക്കുന്നതിനിടയിലേക്ക് മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളുടെ അറ്റകുറ്റപ്പണികൾക്ക് ബാലൻ സഖാവ് തുക അനുവദിച്ചിട്ടുണ്ട്. അതിനൊന്നും മുടക്ക് വരുത്താൻ പറ്റില്ല. അതിന് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. 8.47 ലക്ഷത്തിന്റെ പ്രവർത്തികളാണ് ഇനി മന്ത്രിമാരുടെ വസതികളിൽ ചെയ്യാൻ പോകുന്നത്. അവർക്ക് എന്നും ശ്യാമസുന്ദര പുഷ്കലമായ ദിനങ്ങളാണെന്നേ. 6 മാസം കൂടുമ്പോഴുള്ള അറ്റകുറ്റപ്പണികൾക്കാണ് ടെൻഡർ ക്ഷണിച്ചത്. കുറച്ചു കാലം നമ്മുടെ വീട്ടിലൊരു ഒരു ദുരവസ്ഥ വരുമ്പോൾ, ഒരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഒതുക്കും. വേണ്ടപ്പെട്ട ചില പ്രധാന കാര്യങ്ങൾ മാത്രമായി ഒതുക്കി ആ കാലഘട്ടം അങ്ങ് കഴിച്ചെടുക്കും. എന്നിട്ട് ഇതിനെ തരണം ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ നമ്മുടെ മന്ത്രിമാർക്ക് തീരെ താല്പര്യമില്ല. അല്ലെങ്കിൽ അല്പം അറ്റകുറ്റപ്പണിയൊക്കെ അവിടെ നിന്നാൽ എന്താണ്? ട്രഷറിയിൽ പണമില്ലെന്നല്ലേ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ബാലഗോപാലാണ് യാതൊരു ഉറപ്പുമില്ലാതെ ഇപ്പോൾ ഈ ടെൻഡർ ക്ഷണിക്കാൻ പോയിരിക്കുന്നത്. മന്ത്രിമാരായ വീണ ജോർജ്, വി ശിവൻകുട്ടി, സജി ചെറിയാൻ, വി അബ്ദുൾ റഹ്മാൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവരുടെ ഔദ്യോഗിക വസതികളിലാണ് മെയിൻ്റനൻസ് നടക്കാൻ പോകുന്നത്. ടെൻഡർ ക്ഷണിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 27 കേട്ടോ. പ്രാഥമികമായി 8.47 ലക്ഷത്തിനാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നതെങ്കിലും പണികളൊക്കെ ചെയ്ത് കൂടിപ്പോയാൽ ഈ തുക ഉയരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി നിർമ്മാണം പൂർത്തിയായപ്പോൾ 4.40 ലക്ഷം രൂപ ചെലവായെന്നാണ് നമ്മുടെ റിയാസ് മന്ത്രി പറയുന്നത്. ചാണകക്കുഴി നിർമ്മിക്കാൻ 2023 ജനുവരി 16 ടെൻഡർ ക്ഷണിച്ചിരുന്നത്. 3.72 ലക്ഷത്തിനാണ് ടെൻഡർ ക്ഷണിച്ചത്. പക്ഷേ ചെലവായത് 4.40 ലക്ഷം രൂപയാണ്. GS സുരേഷ് കുമാർ എന്ന കോൺട്രാക്ടർ ആയിരുന്നു ചാണകക്കുഴി നിർമ്മിച്ചത്. എന്തായാലും ഇയാളെ ഒന്ന് പൂവിട്ട് തൊഴണം. കാരണം ഇത്രയും വലിയ ലക്ഷത്തിനൊക്കെ ഒരു ചാണകക്കുഴി നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ 68,000 രൂപ കൂടുതലാണ് ചെലവായിരിക്കുന്നത്.
ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ, അതായത് ലൈഫ് മിഷൻ വഴി വീട് നിർമ്മിക്കാൻ നൽകുന്ന തുക 4 ലക്ഷം രൂപയാണ്. അതിനേക്കാൾ കൂടുതലാണ് മുഖ്യമന്ത്രിയുടെ ചാണകക്കുഴിക്ക് എന്നോർക്കണം. 1,80,81,000 രൂപ ക്ലിഫ് ഹൗസിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഈ സർക്കാരിന്റെ കാലത്ത്, അതായത് 2021 മെയ് മുതൽ ചെലവായിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് യാതൊരു ഉളുപ്പുമില്ലാതെ നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഓണം ലാവിഷടിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുണ്ട് മുറുക്കി ഉടുക്കുകയും മന്ത്രിമാർ സുഭിക്ഷം കഴിച്ച് സസുഖം വാണരുളുകയും ചെയ്യുന്ന ഒരു നാടാണിത്. ലേശം ഉളുപ്പുണ്ടെങ്കിൽ മന്ത്രി ബാലഗോപാൽ ഇമാതിരി പണി ചെയ്യില്ല. സാലറി ചലഞ്ച് ഉൾപ്പെടെ നിർബന്ധപൂർവമാണ് ഇപ്പോൾ സാലറി ചലഞ്ച് ഏതാണ്ട് നടപ്പാക്കാൻ പോകുന്നത്. നേരത്തെ താല്പര്യമുള്ളവർക്ക് നൽകിയാൽ മതി, അവർ സമ്മതപത്രം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതേ സർക്കാരാണ് മലക്കം പറഞ്ഞിരിക്കുന്നത്. ഈ സർക്കാരാണ് ട്രഷറി നിയന്ത്രണത്തിലേക്ക് പോകുന്നത്. ഇത്രയേറെ ദാരിദ്ര്യമായ അവസ്ഥയിലുള്ള സർക്കാർ ട്രഷറി നിയന്ത്രണത്തിലേക്ക് പോവുകയും അതേ സർക്കാർ തന്നെ മന്ത്രിമാരുടെ മന്ത്രിമന്ദിരങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾക്കായിട്ട് ടെൻഡർ ക്ഷണിക്കുകയും ചെയ്യുകയാണ്. സാധാരണക്കാരന്റെ പെൻഷൻ അടക്കം നൽകാനായിട്ട് സർക്കാരിന് പൈസയില്ല. പക്ഷെ അത് കൊടുക്കാതെയാണ് ഈ മാതിരി ധൂർത്തിനെല്ലാം പണം കണ്ടെത്തി കൊടുക്കുന്നത്. സത്യത്തിൽ അവിടെയാണ് മന്ത്രി കെ.എൻ. ബാലഗോപാലിന് പൊതുജനത്തിന് ഇത്രയേറെ അമർഷമുള്ളത്. എങ്ങനെയാണ് പൊതുജനത്തിന് കൊടുക്കേണ്ടതെല്ലാം മാറ്റിവെക്കുക എന്നല്ല, സത്യത്തിൽ അവരുടെ ആവശ്യങ്ങൾ ചവറ്റുകുട്ടയിലിട്ടിട്ട് മന്ത്രിമാരുടെ ധൂർത്തിന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബത്തിന് സസുഖം വാണരുളാനുള്ള പണമെല്ലാം ഇങ്ങനെ വകയിരുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിലൊക്കെ ഒരു സർക്കാർ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഇനിയെങ്കിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും വളരെ കൂലങ്കഷമായിട്ട് CPM ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നില്ലെങ്കിൽ തലയ്ക്ക് ഓളമുണ്ടെങ്കിൽ ഗോവിന്ദൻ പിണറായിനോട് പറയണം, ഇമാതിരി ചെയ്താൽ ഇത് തിരുത്തലാകൂല, ഇത് വെറുപ്പിന്റെ അടുത്ത അറ്റം കൂടിയാകും, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ സർവ്വതും കുളം തോണ്ടി വെക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് ചെയ്യേണ്ട പ്രവൃത്തികൾ കൃത്യമായ രീതിയിൽ ചെയ്യുക, മന്ത്രിമാരുടെ ധൂർത്ത് അത് അവിടെ മാറ്റിവെക്കുക, പൊതുജനത്തിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുക എന്ന് തലയ്ക്ക് ഓളമുണ്ടെങ്കിൽ MP ഗോവിന്ദൻ സഖാവ് പിണറായി സഖാവിനോട് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. നന്ദി.